എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് പടികൾ നമുക്ക് ചവിട്ടി കയറാനുണ്ട് അല്ലേ? അങ്ങനെ ചവിട്ടി കയറി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പടികൾക്കിടയിലെ ആ വ്യത്യാസത്തിലാണ് ശരിക്കും നമ്മുടെ ജീവിതവും വിജയവും നിൽക്കുന്നത് അല്ലേ? നമുക്കൊന്ന് ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനു മുമ്പ് ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ കാലത്ത് നമ്മൾ ശരിക്കും എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ഈ വീഡിയോ ഒരിക്കൽ കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതായത് നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ സ്റ്റെപ്പുകളിൽ ഇവിടെയാണ് ശരിക്കും നമുക്ക് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. എവിടെയാണ് ശരിക്കും സക്സസ് ഉള്ളത്? ഈ ജീവിതത്തിൽ നിന്ന് സക്സസ്സിലേക്ക് നമുക്ക് നടന്നെടുക്കാനുണ്ട്. ഈ നടന്നെടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഈ ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാടുപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ ഇത് വളരെ മനോഹരമായിട്ട് ചവിട്ടിക്കയറാൻ സാധിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സക്സസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിലേക്ക് എത്താൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത് മണിയാണ്, പണം. 2 ഹെൽത്താണ്, ആരോഗ്യം. 3 മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ്. പണവും ആരോഗ്യവും മനസ്സമാധാനവും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ജീവിതത്തിൽ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയാണ് ജീവിതത്തെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഹെൽത്ത് ഉണ്ടാക്കുക, ആരോഗ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനസ്സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഈ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ 3 കാര്യങ്ങളിൽ. ഈ 3 കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സക്സസ് കിട്ടുന്നു അല്ലേ? എന്നാൽ ഈ 3 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ ബിൽഡ് ചെയ്യാൻ കഴിയണം. മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ, അതായത് വിജയപ്രദമായ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയില്ല. എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പണം സ്വന്തമാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം നമ്മളിൽ. നമ്മുടെ ആരോഗ്യം നമുക്ക് നന്നാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. മനസ്സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള മൈൻഡ് സെറ്റും ബിൽഡ് ചെയ്യണം. ഇവിടെ മൈൻഡ് സെറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ മൈൻഡ് സെറ്റിലൂടെ ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സക്സസ് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പണം, ആരോഗ്യം, മനസ്സമാധാനം. ഇതിൽ നമുക്ക് ഒരുപാട് പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് നമുക്ക് പുഞ്ചിരിക്കാനാവില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, എന്നാൽ ആരോഗ്യമില്ല. നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനനുസരിച്ച് വഴങ്ങുന്നില്ല എങ്കിൽ അപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് പുഞ്ചിരിക്കാനാവില്ല, മനസ്സമാധാനം നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ പണമില്ല, അപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് പുഞ്ചിരിക്കാനാവില്ല, മനസ്സമാധാനം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ ഒരു മനുഷ്യൻ സക്സസ് ആവുന്നു എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും കൂടിച്ചേരുന്ന നിമിഷങ്ങളിൽ മാത്രമേ യഥാർത്ഥത്തിൽ പൂർണ്ണ സംതൃപ്തി ഒരു മനുഷ്യന് സ്വന്തമാക്കാനാവുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് മൈൻഡ് സെറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് പണത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാനാവുക? സാമ്പത്തികമായിട്ടുള്ള പുതിയ സ്രോതസ്സുകൾ, അതായത് പണം ഉണ്ടാക്കാനുള്ള പുതിയ സ്രോതസ്സുകൾ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാവണം? കണ്ടെത്താനാവണം എന്നുള്ളതാണ്. നിലവിലുള്ള ഒരു വരുമാന മാർഗം എന്താണോ അത്
പര്യാപ്തമല്ലെങ്കിൽ പുതിയ ഒരു വരുമാന മാർഗം ജീവിതത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഒരുപക്ഷെ നമുക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറെ കൂടി പുതിയൊരു വരുമാന മാർഗത്തിലേക്ക് കൊണ്ടുവരാം. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാവാം, പുറത്തു പോയിട്ടാണെങ്കിൽ അങ്ങനെ. പക്ഷേ പുതിയ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ അവസരങ്ങളിലേക്ക്, സാധ്യതകളിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. പുതിയ സാമ്പത്തിക സ്രോതസ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ ഒരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട്. കാരണം പണം ഉണ്ടാക്കാനുള്ള വഴികളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. ഈ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തികമായ വളർച്ച ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത ആരോഗ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ആരോഗ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഒരു മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മൈൻഡ് സെറ്റാണ്. രാവിലെ എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ രാവിലെ എഴുന്നേറ്റ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണ രീതി, ഭക്ഷണശീലങ്ങൾ ഉണ്ടാവണം. കാണുന്നതൊക്കെ വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാമെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മൈൻഡ് സെറ്റിന് പ്രാധാന്യമുണ്ട് ജീവിത വിജയത്തിന് എന്ന് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള അടുക്കും ചുറ്റിയുമുള്ള ഒരു ജീവിത ശൈലി, ജീവിത രീതി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഉറങ്ങുന്നതിനും ഉണ്ണുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. അത് ജീവിതത്തിന്റെ പരമപ്രധാനമായ കാര്യമാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അതിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മനസ്സമാധാനവും വെറുതെ കിട്ടില്ല. അനാവശ്യമായിട്ടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നൽകാൻ കഴിയണം. അവിടെ മക്കളോടൊത്ത്, പാർട്ട്ണറോടൊത്ത്, അച്ഛനമ്മമാരോടൊത്ത് നല്ല നിമിഷങ്ങൾ, നല്ല സന്തോഷങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സഹപ്രവർത്തകരുണ്ട്, അവിടെയും അനാവശ്യമായ വഴക്കുകൾ, കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ പരമാവധി ജീവിതത്തിൽ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ മനസ്സമാധാനം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വഭാവവുമായിട്ട്, നമ്മുടെ ചിന്തകളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ഘടകം തന്നെയാണ്. അത് വെറുതെ കിട്ടുന്നതല്ല. അപ്പോൾ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ എങ്ങനെയൊക്കെ സ്വന്തമാക്കാം എന്നുള്ളത് നിങ്ങളുടെ അതിനനുസരിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സക്സസ് എന്ന വാക്കിന് പോലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടാവുന്നല്ലോ. സക്സസിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ ഈ 3 കാര്യങ്ങളിലും ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം. പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വൈബ്, മനസ്സമാധാനം കണ്ടെത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ സക്സസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നോർക്കുക, ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത് സാമ്പത്തികമായും ആരോഗ്യപരമായും മനസ്സമാധാനപരമായും ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, പണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പണം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള പണമൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ള പണം എത്രയാണോ അത് സ്വന്തമാക്കുക. അത് മാത്രം സ്വന്തമാക്കിയാൽ പോലും ഒരു മനുഷ്യന് സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ചവിട്ടിക്കയറാനുണ്ട്. ഈ ഓരോ സ്റ്റെപ്പുകൾ ചവിട്ടിക്കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. പണം, ആരോഗ്യം, മനസ്സമാധാനം. ഇത് എപ്പോഴാണോ പൂർണ്ണ സംതൃപ്തിയോടെ നമ്മൾ സ്വന്തമാക്കുന്നത്, ആ സ്വന്തമാക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ സക്സസ് എന്ന പോയിന്റിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു ആത്മസംതൃപ്തി കണ്ടെത്താനാവും എന്നുള്ളതാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.